നമസ്കാരം, എൻ്റെ പേര് ട്വിങ്കിൾ തങ്കച്ചൻ, കൺസൾട്ടന്റ് ഫിസിയോതെറാപ്പിസ്റ്റ് അറ്റ് മാന ഹെൽത്ത്. ഇന്ന് നമുക്ക് പേഷ്യൻസ് ചോദിച്ചിരിക്കുന്ന കുറച്ച് ഡൗട്ടുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ട് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് സീനിയർ കൺസൾട്ടന്റ് ഫിസിയോതെറാപ്പിസ്റ്റ് അൻസു സുസൻ കുര്യാക്കോസ് ആണ്. പേഷ്യൻസ് ഇപ്പോൾ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് IV, ക്രയോ, റെഡ് ലൈറ്റ് തെറാപ്പി. ഈ ട്രീറ്റ്മെന്റുകളൊക്കെ അവർ പരീക്ഷിച്ചിട്ടുണ്ട്. HBOT എങ്ങനെയാണ് ഇവയിൽ നിന്നൊക്കെ ഡിഫർ ചെയ്യുന്നത്? അതോ HBOT ഒരു പുതിയ വെൽനസ് ട്രെൻഡ് ആണോ എന്നുള്ളത്? ഈ രീതികളെല്ലാം തന്നെ വളരെ നല്ല ട്രീറ്റ്മെന്റ് ആണ്. പക്ഷെ അതിന് അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ട്, വ്യത്യസ്തതയുണ്ട്. അപ്പം ഈ ട്രീറ്റ്മെന്റുകളെല്ലാം തന്നെ വ്യത്യസ്ത തലത്തിലാണത് പ്രവർത്തിക്കുന്നത്. IV തെറാപ്പിയെ കുറിച്ച് മാമിന്റെ അഭിപ്രായം എന്താണ്? ഹൈഡ്രേഷനും പോഷകങ്ങളും നൽകുന്നതിന് IV തെറാപ്പി വളരെ നല്ല ട്രീറ്റ്മെന്റ് ആണ്. ഒരു എമർജൻസി ആയിട്ട് ഒരു ചികിത്സ നൽകണമെങ്കിൽ IV തെറാപ്പി കൂടിയേ തീരുള്ളൂ. പക്ഷേ വിറ്റാമിനുകളും മിനറലുകളും രക്തപ്രവാഹത്തിൽ തന്നെ തുടരുകയാണ് ചെയ്യുന്നത്. അത് ആഴത്തിലേക്ക് ടിഷ്യൂകളിലേക്ക് എത്തുന്നില്ല. അപ്പോൾ ക്രയോതെറാപ്പിയോ മാം? ഞാൻ എൻ്റെ സ്പോർട്സ് പേഷ്യൻസിനൊക്കെ ഇപ്പോൾ ക്രയോതെറാപ്പിയാണ് യൂസ് ചെയ്യുന്നത്. ക്രയോതെറാപ്പി ഈ ശരീരത്തിലുള്ള വീക്കത്തിനെ കുറയ്ക്കാൻ സഹായിക്കും. സ്കിന്നിൽ അല്ലെങ്കിൽ ചർമ്മത്തിൽ അല്ലെങ്കിൽ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഉപരിതലത്തിലുള്ള പേശികൾക്കുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ ക്രയോതെറാപ്പി വളരെ നല്ല ട്രീറ്റ്മെന്റ് ആണ്. പക്ഷേ ആഴത്തിലേക്ക് വരുമ്പോൾ അത് ബോണിനെ അല്ലെങ്കിൽ അവയവങ്ങളെ അല്ലെങ്കിൽ നാഡീകേന്ദ്രങ്ങളെ ഒന്നും ഇത് ബാധിക്കുന്നില്ല, അല്ലെങ്കിൽ അത് അങ്ങോട്ടേക്ക് എത്തുന്നില്ല, അത്രയും ആഴത്തിൽ അത് എത്തുന്നില്ല. റെഡ് ലൈറ്റ് തെറാപ്പിയുടെ കാര്യമോ? അതിപ്പോൾ പോപ്പുലർ ആയിക്കൊണ്ട് വരുന്ന ഒരു ട്രീറ്റ്മെന്റ് അല്ലേ? റെഡ് ലൈറ്റ് തെറാപ്പി ചർമ്മ രോഗങ്ങൾക്കും ശരീരത്തിന് മേലെയുള്ള മുറിവുകൾക്കും വളരെ നല്ല ട്രീറ്റ്മെന്റ് ആണ്. റിസർച്ചും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഫോട്ടോബയോ മോഡുലേഷൻ 8 മുതൽ 10 മില്ലിമീറ്റർ വരെ ആഴത്തിലേക്ക് കയറുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളിൽ പരിമിതി വന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ HBOTയിലേക്കല്ലേ ഡയറക്റ്റ് ചെയ്യുന്നത്? അപ്പോൾ മറ്റുള്ള ട്രീറ്റ്മെന്റിൽ നിന്ന് ഇതെങ്ങനെയാണ് ഡിഫർ ചെയ്യുന്നത്? ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി അഥവാ HBOT രക്തപ്ലാസ്മയിൽ ലയിച്ചിട്ടുള്ള ഓക്സിജനെയാണ് നൽകുന്നത്, വെറും റെഡ് ബ്ലഡ് സെല്ല് മാത്രമല്ല. അപ്പോൾ ഈ ഒരു ഓക്സിജൻ അടങ്ങിയിട്ടുള്ള ബ്ലഡ് ശരീരത്തെ എല്ലായിടത്തും തന്നെ എത്തുന്നു. അതും ഹൈ പ്രഷറിലാണ് ഇത് എത്തുന്നത്. അപ്പം ഈ ബ്രെയിൻ സെൽസ് അല്ലെങ്കിൽ അസ്ഥി മജ്ജ കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ള ഭാഗങ്ങൾ എല്ലായിടത്തും തന്നെ എത്തുന്നുണ്ട്. HBOTയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പം പല പേഷ്യൻസ് എന്നോട് ചോദിക്കാറുള്ള ഒരു ഡൗട്ടാണ്, ഇത് നിങ്ങൾ മാർക്കറ്റിങ്ങിന് വേണ്ടി പറയുന്നതാണോ എന്ന്. അല്ല, ഇത് മാർക്കറ്റിങ്ങിന് വേണ്ടി പറയുന്നതല്ല. 14 വ്യത്യസ്ത മെഡിക്കൽ കണ്ടീഷൻസിന് FDA അംഗീകാരം ലഭിച്ചിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് HBOT. ഇത് പതിറ്റാണ്ടുകളായി റീഹാബിലിറ്റേഷൻ മേഖലയിൽ ഉപയോഗിച്ചും വരുന്നുണ്ട്. തെളിയിക്കപ്പെട്ട ഈ ഒരു ചികിത്സാ രീതി നമ്മൾ 4 വർഷത്തിന് മേലെയായിട്ട് മാന ഹെൽത്തിൽ ഈ ഒരു ട്രീറ്റ്മെന്റ് വാഗ്ദാനവും ചെയ്യുന്നു. നിങ്ങളുടെ അവസ്ഥയ്ക്ക് HBOT ആപ്റ്റ് ആണോ എന്ന് അറിയുന്നതിനായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇപ്പോൾ HBOT ട്രീറ്റ്മെന്റ് മാനയുടെ കൊച്ചി, കാലിക്കറ്റ്, ആലുവ ബ്രാഞ്ചുകളിൽ അവൈലബിൾ ആണ്.